ഇനി വരാൻ പോകുന്നത് വി.ഡി. സതീശൻ വേഴ്സസ് പിണറായി കാലമോ എന്നുള്ളതാണ്. ആശയങ്ങൾ തമ്മിലാണ് സംഘട്ടനം വേണ്ടതെന്നാണല്ലോ ജനാധിപത്യത്തിൽ എപ്പോഴും നമ്മൾ പറയുക. ഹർ മജസ്റ്റീസ് ഒപ്പോസിഷൻ എന്നാണ്. ഒരു ലിബറൽ ജനാധിപത്യ രാജ്യത്ത് നിനക്ക് എന്നെ എതിർക്കാനുള്ള എല്ലാ അവകാശവും എൻ്റെ ജീവൻ നൽകി ഞാൻ സംരക്ഷിക്കുമെന്നുള്ളതാണ് അടിസ്ഥാനമായി ജനാധിപത്യത്തിൻ്റെ കാതൽ. ആ അർത്ഥത്തിൽ ഒരു ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമാകാൻ പിണറായി വിജയന് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒപ്പം തന്നെ ചലനാത്മകമായ ഒരു ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്ത് വി.ഡി. സതീശനും തുടരും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രത്യേക അനുഭവമായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇന്നേ വരെ നമ്മൾ വി.ഡി. സതീശൻ്റെ ശൈലിയിലുള്ള ഒരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടില്ല. എന്തെന്നാൽ ഗ്രൂപ്പുകൾക്ക് അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പരമ്പരാഗത രീതികൾക്ക് ആ വഴക്കങ്ങൾക്ക് ഒന്നും തന്നെ പാകമാകാത്ത ഒരു നേതാവാണ് വി.ഡി. സതീശൻ എന്ന് ഇതിനകം തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് തുടക്കം മുതൽ തന്നെ അങ്ങനെ തന്നെയായിരുന്നു. വി.ഡി. സതീശൻ ആദ്യം മന്ത്രിസഭയിൽ നിന്ന് വെട്ടി നീക്കപ്പെടുന്ന 2011, പിന്നീട് അതിനുശേഷം പല ഘട്ടങ്ങളിലായി വി.ഡി. സതീശൻ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ വി.ഡി. സതീശൻ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന വി.ഡി. സതീശൻ്റെ ചില ശൈലികളുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല. പക്ഷേ എനിക്ക് രണ്ട് കാര്യങ്ങൾ ആമുഖമായി പറയാനുണ്ട്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ടല്ല, ഇന്നിപ്പോൾ സമരം നടത്താൻ വന്ന മഹിളാ മോർച്ച പ്രവർത്തകരെ കുറിച്ചാണ്. പ്രിയപ്പെട്ട മഹിളാ മോർച്ച പ്രവർത്തകരായ എൻ്റെ സഹോദരിമാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിന്ന് സമരം നടത്തുന്ന സമയത്ത് കേരളത്തിൽ ഭരണഘടനാപരമായി ഇരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കാവൽ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ ആർക്കെതിരെയാണോ സമരം ചെയ്യാൻ ഉദ്ദേശിച്ചത് അവരുടെ സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ല. ഇപ്പോഴും നിയുക്ത മുഖ്യമന്ത്രിയായി തന്നെ തുടരുകയാണ്. കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാവായും UDFൻ്റെ ലീഡറായിട്ടും മാത്രമാണ് നിലവിൽ വി.ഡി. സതീശനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് എന്തുദ്ദേശത്തിലാണോ മഹിളാ മോർച്ച പ്രവർത്തകർ സമരത്തിന് നിർദ്ദേശം കൊടുത്ത ഒരു ബുദ്ധികേന്ദ്രം ഉണ്ടാവുമല്ലോ? എനിക്ക് മനസ്സിലാവുന്നില്ല. മെയ് 15 ബസ് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് KC വേണുഗോപാലും പിഷാരടിയൊക്കെ പറഞ്ഞു. കാര്യം മെയ് 15-ാം തീയതി സർക്കാർ വരും എന്നുള്ളത് കൊണ്ടാണ്. സർക്കാർ വന്നില്ല, സർക്കാർ വൈകി, അതവിടെ നിൽക്കട്ടെ. പക്ഷെ നിങ്ങൾ ആർക്കെതിരെ സമരം നടത്തിയത്? എങ്ങനെയാണ് UDFൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദാനം കാവൽ മന്ത്രിസഭയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപ്പാക്കുക? എങ്ങനെയാണ് KSRTCക്ക് അത് സൗജന്യ യാത്ര കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സമരത്തിനൊക്കെ ഇറങ്ങുന്നതിന് മുൻപ് എന്തിനു വേണ്ടി സമരം ചെയ്യുന്നു, ആ സമരത്തിൻ്റെ കാരണം എന്താണ്, യഥാർത്ഥത്തിൽ ഈ സമരത്തിനുള്ള കാരണം നിലനിൽക്കുന്നതാണോ തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ മഹിളാ മോർച്ചയിലെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാർ മനസ്സിലാക്കും എന്നാണ്. അതല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വെറുതെ ട്രോൾ ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതിലൊരു കാരണവശാലും വി.ഡി. സതീശനെയോ UDFനെയോ കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം ഇന്നിപ്പോൾ സർക്കാർ അവരല്ലല്ലോ. സർക്കാർ ഇപ്പോഴും പിണറായി അല്ലേ, കാവൽ സർക്കാരല്ലേ ഇപ്പോഴും തുടരുന്നത്. അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങൾ കണ്ടു. സോഷ്യൽ മീഡിയയിലാണെങ്കിലും പൊതുവായിട്ടാണെങ്കിലും വി.ഡി. സതീശൻ അനുകൂലിച്ചും. ഞാൻ വി.ഡി. സതീശൻ്റെ ശൈലികളെ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ അനുകൂലിക്കുകയും വളരെ പ്രതീക്ഷയോടെ അണിയുകയും ചെയ്യുന്ന ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞത്, തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും വർഗീയതയെ താലൂലിച്ചിട്ടില്ല, പിന്നല്ലേ ഭരണം കിട്ടിയാൽ വർഗീയതയെ താലൂലിക്കില്ല എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു ബോൾഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കുന്നു. അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കേരളത്തെ വരുന്ന കാലങ്ങളിൽ ഒരു മതേതര സമൂഹമായി നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുക തന്നെ ചെയ്യും. ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഉണ്ടാവില്ല, ഒരു തരത്തിലുള്ള സഹിഷ്ണുതയും ഉണ്ടാവില്ല, ഒരു വർഗീയമായിട്ടുള്ള വേർതിരിവുകളോടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാനത് കണക്കാക്കുന്നു. ഈ വരുന്ന സർക്കാരിനെ അടയാളപ്പെടുത്തേണ്ടത് ആ അർത്ഥത്തിലുള്ള ഒരു മതേതര മുഖമാവട്ടെ എന്ന് ആശംസിക്കുന്നു. വി.ഡി. സതീശൻ പറഞ്ഞത് ഹൃദയത്തിൽ തട്ടിയാണെങ്കിൽ, അത് അങ്ങനെ നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ ആർജവമുള്ള ഒരു നിലപാടായിട്ട് മാറട്ടെ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതും പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്, ഇന്നിപ്പോൾ വി.ഡി. സതീശൻ അധികാരത്തിലേൽക്കുന്ന സമയത്ത് ഇന്ധനവില കൂടിയുന്ന ഒരു സാഹചര്യമുണ്ട്. 3 രൂപ വീതം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചു. ഗാർഹിക സിലിണ്ടറിൻ്റെ വില വർദ്ധിക്കാൻ പോകുന്നുവെന്നറിയുന്നു. CNG 2 രൂപ വർദ്ധിച്ചു. ഞാൻ ഓർമ്മിക്കുന്നത്, കോൺഗ്രസ് പ്രവർത്തകർ നിരന്തരം ആവശ്യപ്പെടുന്നൊരു കാര്യം, കേന്ദ്ര സർക്കാർ വില കൂട്ടുമ്പോഴും അഥവാ പെട്രോളിയം കമ്പനികൾ വില കൂട്ടുമ്പോഴും സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ടാക്സ് നികുതി അതിൽ കുറയ്ക്കുക എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അത് ഒരു പക്ഷേ പോസിറ്റീവായിട്ട് വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറുമ്പോൾ എടുക്കുന്ന ആദ്യത്തെ തീരുമാനങ്ങളിലൊന്ന് അതായിരിക്കും. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾക്കൊപ്പം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഞാൻ പ്രതീക്ഷയോടുകൂടിയാണ് വി.ഡി. സതീശൻ ഇന്ന് പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളെയും കാണുന്നത്. ഇനി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു തർക്കം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് ഒരു പുതുമയുള്ള ഒരു സംഭവമാണോ എന്നുള്ളതാണ്. ഒന്ന്,
വി.ഡി. സതീശൻ പറഞ്ഞത് തൻ്റെ വാഹന വ്യൂഹം കുറയ്ക്കും എന്നുള്ളതാണ്. അത് വളരെ ജനകീയമായ ജനപ്രിയമായ ഒരു തീരുമാനമായിട്ട് ഇന്ന് എല്ലാവരും അംഗീകരിച്ചു. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നേതാക്കൾ ജനങ്ങളുടെ അടുത്താണ് നിൽക്കേണ്ടത്. ഒരു വലിയ കോട്ടയ്ക്കുള്ളിലോ ഏതെങ്കിലും വലിയ എസ്കോർട്ട് വാഹനത്തിനുള്ളിലോ ജനങ്ങളിൽ നകന്നു നിൽക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ജനാധിപത്യ ബോധം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതിനെ വി.ഡി. സതീശൻ പറഞ്ഞത് മറ്റാരെയും അപഹസിക്കാൻ വേണ്ടിയല്ലെന്ന് പറഞ്ഞെങ്കിലും സോഷ്യൽ മീഡിയയിലടക്കം അത് ക്യാമ്പയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തെറ്റായ നെറേറ്റീവ് ഉപയോഗിച്ചുകൊണ്ടാണ്. എന്താണ് തെറ്റായ നെറേറ്റീവ്? 40 എസ്കോർട്ട് വാഹനങ്ങൾ ഉപയോഗിച്ച ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന്. ഞാൻ 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് സമയത്ത് എടുത്ത ആദ്യത്തെ തീരുമാനങ്ങളിൽ ഒന്ന് വായിക്കാം. ആ തീരുമാനം ഇങ്ങനെയായിരുന്നു: ദ സെക്യൂരിറ്റി റിവ്യൂ കമ്മിറ്റി ഡിസൈഡഡ് ടു സ്കെയിൽ ഡൗൺ ദ Z+ സെക്യൂരിറ്റി കവർ ദാറ്റ് വാസ് ബീങ് പ്രൊവൈഡഡ് ടു ഫോമർ ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി ഫോളോയിങ് ദ ത്രെഡ്സ് ഇൻ connection with the solar scam and bar bribery issues. Opposition leader Ramesh Chennittala, who was enjoying Z+ security cover during his term as a Home Minister, would only have an escort thereafter. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെടുത്ത ആദ്യത്തെ തീരുമാനങ്ങളിൽ ഒന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സെക്യൂരിറ്റി കവർ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. അഥവാ Z+ സെക്യൂരിറ്റി കൂടുതൽ വാഹനങ്ങൾ ഉൾപ്പെടുത്തരുത് എന്നുള്ളതായിരുന്നു. മന്ത്രിമാർക്കടക്കം പൈലറ്റ് എസ്കോർട്ട് എന്ന രീതിയിൽ വലിയ വാഹനവ്യൂഹം കൊണ്ടുവരരുത് എന്ന തീരുമാനമെടുക്കുന്നത് പിണറായി സർക്കാർ അധികാരമേറ്റെടുത്ത ഉടൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പത്ര റിപ്പോർട്ട് തന്നെ വായിച്ചത്. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല. പക്ഷേ പിന്നീട് എങ്ങനെയാണ് 40 വാഹനങ്ങൾ എന്ന നെറേറ്റീവിലേക്ക് വന്നത്? യഥാർത്ഥത്തിൽ 40 വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഞാനത് പരിശോധിക്കുകയായിരുന്നു. Z+ കാറ്റഗറിയിൽ മുഖ്യമന്ത്രിക്ക് അനുവദിച്ചിരിക്കുന്നത് 7 ഒഫീഷ്യൽ വാഹനങ്ങളാണ്. അതിനോടൊപ്പം ഏതെങ്കിലും തരത്തിൽ മറ്റ് ജനപ്രതിനിധികളുടെ വാഹനങ്ങൾ പോകുന്നത് നമുക്ക് അതിനോടൊപ്പം ചേർത്ത് വായിക്കാൻ കഴിയില്ല. പക്ഷേ ഈ Z+ കാറ്റഗറിയിലുള്ള മുഴുവൻ വാഹന വ്യൂഹവും ഉറപ്പാക്കിയത് എപ്പോഴാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ്. എപ്പോഴാണ് ഉമ്മൻചാണ്ടിക്കും ഈ Z+ കാറ്റഗറിയിൽ വാഹനങ്ങൾ കൂട്ടിയത്? ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സോളാർ സ്കാമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതിഷേധം വരുന്ന സമയത്താണ്. എന്ന് വെച്ചാൽ തെരുവിലൊരു പ്രതിഷേധം മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ ഒരു കല്ലേറ് പോലെ അല്ലെങ്കിൽ കരിങ്കൊടി പ്രതിഷേധം പോലെ വരുന്ന സാഹചര്യങ്ങളിൽ സ്വാഭാവികമായും Z+ കാറ്റഗറിയിലേക്ക് പോകും. അതിനു മുമ്പ് എല്ലാ സർക്കാരുകളും എടുക്കുന്ന ഒരു തീരുമാനം, പ്രത്യേകിച്ച് പിണറായി സർക്കാർ എടുത്ത തീരുമാനം തന്നെയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാനതിനെ വളരെ ജനപ്രിയമായിട്ടുള്ളൊരു തീരുമാനമായിട്ട് തന്നെ കണക്കാക്കുന്നു. പക്ഷേ ഇത് നടാടെയാണ്, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ശൈലി എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. കാര്യം ഇതിനു മുമ്പുമുണ്ട്. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള തുടക്കത്തിൽ. പിന്നീടാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് ആ കാറ്റഗറി പ്രൊട്ടക്ഷനിൽ 7-ലധികം വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിനൊരു തെറ്റായ നെറേറ്റീവിലേക്ക് കൊണ്ടുപോയി മറ്റൊരു പ്രതീതി നിർമ്മാണം നടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ്. പക്ഷേ അതിനെ ജനപ്രിയമായി തന്നെ ഞാൻ കണക്കാക്കുന്നു. രണ്ടാമത്തെ ഒന്ന്, വളരെ സൗഹൃദാന്തരീക്ഷ ഭരണരീതിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിനെ വീട്ടിൽ അങ്ങോട്ട് പോയി കണ്ടു നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതാണ്. പക്ഷേ അവിടെയും ഒരു പ്രശ്നം ഇതുമാദ്യമായിട്ടല്ല. 2016 മെയ് മാസത്തിൽ പുതുപ്പള്ളി ഹൗസിൽ ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടിയുടെ ഭാര്യയെയും അങ്ങോട്ട് നേരിട്ട് പോയി കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല, പാർട്ടി സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ കൂടിയാണ്. എപ്പോഴാണ്? 2016 മെയ് മാസത്തിൽ V.S. അച്യുതാനന്ദനെ പോയി കണ്ടതിനു ശേഷം നേരിട്ട് പോകുന്നത്, ആദ്യമേ പോകുന്നത് ഉമ്മൻചാണ്ടിയെ കാണാനാണ്. അതായത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയൻ പോകുന്നത്. ഇത് രണ്ടും നമ്മുടെ മുൻപിൽ മുൻ മാതൃകകളുള്ളതാണ്. പക്ഷേ വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നടാടെയാണ്, ഇത് ആദ്യമാണ് എന്ന മട്ടിലുള്ള പ്രതീതി നിർമ്മാണം ശരിയല്ല എന്നതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ജനപ്രിയമായ ഇത്തരം ശൈലികൾ യഥാർത്ഥത്തിൽ കൂടുതൽ ഒരു നേതാവിനെ ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും. ആ നേതാവിൻ്റെ ഒരു ക്വാളിറ്റിയെ ജനങ്ങളുടെ മുന്നിൽ ജനപ്രിയനായ നേതാവെന്ന ഒരു ഇമേജ്, ഒരു പ്രതീതി ഉണ്ടാവുകയും ചെയ്യും. പ്രതിച്ഛായ യുദ്ധമാണല്ലോ യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ പ്രതിച്ഛായ മൂല്യം കൂടി വരുന്ന സാഹചര്യമാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കുള്ളത്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഈ കോൺഗ്രസിനുള്ളിൽ നടന്ന ഈ ചക്കളത്തി പോരാട്ടം യഥാർത്ഥത്തിൽ പ്രതിച്ഛായ മൂല്യം ഉയർത്തിയത് വി.ഡി. സതീശനാണ്. എന്നാൽ ആ പ്രതിച്ഛായ മൂല്യം കൂടുതൽ ഉയർത്തുന്നതിൻ്റെ ഭാഗമായി ജനപ്രിയങ്ങളായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകുമ്പോൾ എല്ലാ ജനപ്രിയ തീരുമാനങ്ങളും എന്താകണമെന്നില്ല, ജനാധിപത്യ തീരുമാനങ്ങളാകണമെന്നില്ല എന്നുള്ളതാണ്. ജനകീയ തീരുമാനങ്ങളാകണം എന്നില്ല എന്നതാണ്. നമ്മുടെ മുന്നിൽ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. അതിന് വരും ദിവസങ്ങളിൽ തെളിയിക്കപ്പെടട്ടെ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മാറ്റുരച്ച് നോക്കാൻ പോകുന്നത് ഇപ്പോൾ വാഹനങ്ങൾ കുറയ്ക്കുന്നത് കൊണ്ടോ, അതായത് സെക്യൂരിറ്റി സ്റ്റാഫിനെ കുറയ്ക്കുന്നത് കൊണ്ട് സർക്കാരിൻ്റെ ഖജനാവിന് എന്തെങ്കിലും ലാഭം ഉണ്ടാവുമോ? ഒരു ലാഭം ഉണ്ടാവില്ല. പകരം എന്താ സംഭവിക്കുക? എവിടെ ലാഭം ഉണ്ടാക്കുന്നത്? ഞാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശനിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു വാചകം, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെയും അടക്കം പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കും എന്നുള്ളൊരു തീരുമാനം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നുള്ള എക്സ്പെൻസ് കുറയും. മറ്റേതെന്താ? സർക്കാരിൻ്റെ സർവീസിൽ ആംഡ് ഫോഴ്സിൽ പെട്ടിരിക്കുന്ന ആംഡ് റിസർവ് ബറ്റാലിയനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ എണ്ണച്ചെലവ് മാത്രമേ അവിടെ വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സർക്കാരിൻ്റെ ചെലവ് കുറയ്ക്കാനുള്ള മാർഗം
ഈ കോൺവോയ് വെട്ടിക്കുറയ്ക്കലല്ല, പകരം പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുന്നതിലടക്കം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ പതിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനപ്രിയങ്ങളായിട്ടുള്ള പ്രഖ്യാപനങ്ങളിലൂടെ ജനാധിപത്യ രീതിയിലുള്ളൊരു ഗവൺമെൻറ് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെ മറികടക്കാമെന്ന് കരുതരുത്. അതൊരു തുടക്കമാണ്, അത് നല്ലതാണ്. ഒരു തുടക്കം എന്ന നിലയിൽ ഒരു അടയാളപ്പെടുത്തലിന് അത് നല്ലതാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ആഴമേറിയ കാര്യങ്ങൾ കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ട് മുഖ്യമന്ത്രിയിൽ നിന്ന് കേട്ട ശബ്ദം ഈ സർക്കാരിൻ്റെ തുടർച്ച തന്നെയാണ് അടുത്ത സർക്കാർ എന്നുള്ളതാണ്. വികസന പ്രവർത്തനങ്ങൾ തുടരും, എന്നാൽ കറക്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിനെയും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് സഭയിൽ ഇനി ഏതെങ്കിലും തരത്തിൽ പണ്ടത്തേതുപോലെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവില്ല എന്നൊന്നുമല്ല. സ്റ്റാലിൻ്റെ റഷ്യ എന്ന് വിളിച്ചതുപോലെ സമാനമായ രീതിയിലുള്ള പദപ്രയോഗങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം. കാപട്യത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ് VD സതീശൻ എന്നാണ് പിണറായി വിശേഷിപ്പിച്ചത്. അങ്ങ് സ്റ്റാലിനാണ്, ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചത്. ഇത് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയമാകുമ്പോൾ സഭയ്ക്കുള്ളിൽ കീരിയും പാമ്പും പോലെയൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പോരാടും. സഭയ്ക്ക് പുറത്ത് ആ സൗഹൃദ അന്തരീക്ഷം, ഒരു കപ്പ് ചായ കൊടുക്കാനും ആ ചായക്കോപ്പയിൽ സൗഹൃദം പറയാനുമുള്ള ഒരു രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ അവശേഷിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഇന്നത്തെ ഫ്രെയിം ഓഫ് ദ ഡേ ആണ്. അതെല്ലാ കാലത്തും ഉണ്ടാവുന്നതാണെങ്കിൽ പോലും അത് മനോഹരമായ ഒരു ചിത്രമാണ് എന്നതുകൂടി പറയാതെ നിവൃത്തിയില്ല. Meet the editors.